എന്നൊരു വളപട്ടണം കേട്ടിട്ടുണ്ടാവുമല്ലോ, വളപട്ടണം പുഴ. ആ വളപട്ടണം പുഴയുടെ വടക്കേ തീരത്ത് ഒരു സംഭവം നടന്നു. എന്താ സംഭവം എന്നറിയോ? ഒരു ജീപ്പ് പാഞ്ഞു പോകുമ്പോൾ ഒരു കീരിയുടെ മുകളിൽ തട്ടി, ഒരു കീരിയുടെ മേത്ത് തട്ടി. ആ കീരി തെറിച്ചു വീണു. അത് പടയാൻ തുടങ്ങി. അപ്പോൾ വേറൊരു കീരി വന്നു. എന്നിട്ട് അതിൻ്റെ അരികിൽ ഇങ്ങനെ ഇരുന്നു. ഒരുപാട് നേരം ദുഃഖാർത്ഥമായ ഒരുപാട് പ്രകടനങ്ങൾ കാഴ്ചവെച്ച് അതിൻ്റെ അരികിലിരുന്നു. അതിൻ്റെ പിടയൽ നിശ്ചലമായപ്പോൾ ഈ കീരി ആ പിടയൽ നിശ്ചലമായി ചൈതന്യമറ്റ് കിടക്കുന്ന ആ കീരിയുടെ മൃതശരീരം നക്കി തുടക്കാൻ തുടങ്ങി. തൻ്റെ മുഖം കൊണ്ട് ഉന്തി റോഡിൽ നിന്ന് സൈഡിലേക്ക് ഒരു വശത്തേക്ക് മാറ്റിയിട്ടു. ഇത് കണ്ടപ്പോൾ അല്പമെങ്കിലും മനസ്സിൽ അളിവുള്ള ആളുകൾ എന്താണ് ചിന്തിക്കുക? ആതുര സേവനത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിറങ്ങുന്ന ഡോക്ടർമാർ, പിതാവിൻ്റെ കട്ടിലിനരികിൽ 11 വയസ്സുകാരനായ കരഞ്ഞു കലങ്ങിയ മകൻ്റെ മുഖം ഡോക്ടറോട് കെഞ്ചിക്കരയുകയാണ്. ഡോക്ടർ അങ്കിളെ, എൻ്റെ ഉപ്പയെ രക്ഷിക്കണം, എൻ്റെ വാപ്പയെ രക്ഷിക്കണം. വാപ്പ പോയാൽ എനിക്കാരുമില്ല എന്നെ സംരക്ഷിക്കാൻ, അതുകൊണ്ട് എൻ്റെ വാപ്പയെ രക്ഷിക്കണമെന്ന് കരയുമ്പോൾ ആ പിഞ്ചു ബാലൻ്റെ കാൽ തടത്തിൽ നിന്ന് തട്ടിമാറ്റി നടന്നു പോകാൻ മാത്രം മനക്കട്ടിയുള്ള മനുഷ്യൻ, വിദ്യാഭ്യാസമില്ലാത്ത, സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പോയിട്ടില്ലാത്ത ഈ കീരിയിൽ നിന്ന് പഠിക്കണം പാഠം, അല്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നും പാഠം പഠിക്കണം. അങ്ങനെ പഠിക്കാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. സൂറത്തുൽ അനാമിലൂടെ, ആറാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വലഖദ് ദറഅനാ لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل وأولئك هم الغافلون. ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകൾ മുകളിലോട്ടെറിയുന്ന ഭീകരമായ നരകത്തിന്റെ പാതാളത്തിന് വേണ്ടി ജിന്നവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട ചില ആളുകളെ ഞാൻ പടച്ചു വെച്ചിട്ടുണ്ട്. അവർക്കുള്ള ക്വാളിറ്റി എന്താണ്? ലഹും ഖുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയങ്ങളുണ്ടവർക്ക്, ചിന്തിക്കില്ല. അതുകൊണ്ട് മർത്യനാൽ ചിന്തിക്കപ്പെടേണ്ട കാര്യം. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുകളുണ്ട്, നേത്രങ്ങളുണ്ട് അവർക്ക്. ആ കണ്ണുകൾ കൊണ്ട് മനുഷ്യനാൽ കാണപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ അവരെ കാണില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, ശ്രവ്യേന്ദ്രിയങ്ങളുണ്ട്, ചെവികളുണ്ട്. ആ ചെവികൾ കൊണ്ട് മനുഷ്യനാൽ കേൾക്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ അവർ കേൾക്കില്ല. ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ, റോഡിന്റെ നടുവിൽ വെച്ച് 4 ആളെ കാണുന്നുവെന്ന് ബോധമില്ലാതെ, ഇണചേരുന്ന നാണമില്ലാത്ത, ലജ്ജയില്ലാത്ത, പുരോഗമനം എന്തെന്നറിയാത്ത, വിദ്യാഭ്യാസമില്ലാത്ത മൃഗങ്ങളെക്കാൾ, കന്നുകാലികളെക്കാൾ അതപ്പതിച്ചവരാണവര്. ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ, കാതങ്ങൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിന്റെ അകത്തലങ്ങളിലുള്ള അതിസങ്കീർണമായ മണ്ണിന്റെ ഘടനയെക്കുറിച്ച് പഠനം നടത്തുന്ന 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യവർഗത്തിന്റെ ബുദ്ധിവൈഭവത്തെക്കുറിച്ച് പടച്ചതമ്പുരാൻ പറഞ്ഞതാണ്, മുഅ്മിനേ, ഉലൈക കൽ അൻആം ബൽ ഹും അദൽ, കന്നുകാലികൾക്ക് സമന്മാരാണ്. അല്ല, കന്നുകാലികൾ ഒരു പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തലതാഴ്ത്തി പോകുന്നതാ. സുബ്ഹാനല്ലാഹ്, പടച്ചോൻ പറഞ്ഞത് എത്ര സത്യ സഹോദരങ്ങളെ, എത്ര സത്യ പടച്ചോൻ പറഞ്ഞത്. ഓരോ കാര്യങ്ങളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കുക. ലഹും ഖുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ, ലഹും ഖുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയങ്ങളുണ്ട്, ചിന്തിക്കില്ല. സൗമ്യ എന്ന പെൺകുട്ടി കേരളക്കരയിൽ നിന്ന് മാഞ്ഞു പോകില്ല. ആ നാമം കേരളക്കര കടലെടുത്ത് കരയുന്നത് വരെ മാഞ്ഞു പോകില്ല നാമം. കാരണം എന്താണെന്നറിയോ? സൗമ്യ എന്ന പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള അവസരം ആ ട്രെയിനിലുള്ള പല ആളുകൾക്കും ഉണ്ടായിരുന്നു. ഒരു യുവാവ് ചങ്ങല വലിക്കാൻ ഓങ്ങിയപ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ ഉപദേശിച്ചു, മോനെ, ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടാൽ പോരെ. സഹോദരങ്ങളെ, എന്താണ് പക്വത?
പക്വത എന്ന് പറഞ്ഞാൽ ഗാന്ധിസമാണോ? ഇപ്പുറത്തെ കവളത്തടിച്ചാൽ അപ്പുറത്തെ കവളും കൂടി കാണിച്ചു കൊടുക്കുക എന്നുള്ള സംസ്കാരം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇപ്പുറത്തെ കവളത്തടിച്ചാൽ അപ്പുറത്തെ കവളത്തടിക്കണോ വേണ്ടോ എന്നുള്ളത് നിന്റെ ഇഷ്ടം. എന്നാലോ ഇപ്പുറത്തെ കവളത്തും കൂടി അടിക്കാൻ പോകുമ്പോൾ കൈ പിടിക്കണം. അത് ഇസ്ലാമിക മര്യാദ അല്ലേ? അത് ഇസ്ലാമിക മര്യാദയാണ്. ഇന്ന് പല ആളുകൾ, പല വൃദ്ധന്മാരായ ആളുകൾ, ഈ കൂട്ടത്തിലുള്ള ആളുകളല്ല കേട്ടോ, നാട്ടിൽ എൻ്റെ കുടുംബത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. 3 പെറ്റുമ്മ മക്കാമുറൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ 3 പെറ്റുമ്മ മക്കാമുറൂസ് തുടങ്ങിക്കഴിഞ്ഞാൽ ചെറുപ്പക്കാരായ ഞങ്ങൾ കുറച്ച് ആളുകൾ സംഘടിച്ച് ആരാണ് 3 പെറ്റുമ്മ, എന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ അതൊക്കെ എഴുതി ആ ഉറൂസ് നടക്കുന്നതിൻ്റെ പുറത്തന്നെ ഇങ്ങനെ വിതരണം ചെയ്യും. ഉണ്ടാവും, തള്ളാവും, തല്ലുകൊള്ളും, ഏറുകൊള്ളും, കുഴപ്പമാവും, പ്രശ്നമാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ വൃദ്ധന്മാരായ ആളുകൾ ഉപദേശിക്കും, മക്കളെ എന്തിനാ കുഴപ്പമുണ്ടാക്കണ്, എന്തിനാ പ്രശ്നം ഉണ്ടാക്കണ്, പക്വപരമായിട്ട് നീങ്ങുക. എന്താണ് ഈ പക്വത എന്ന് മനസ്സിലാവണില്ല. അതിന് പക്വത എന്നല്ല പറയുക. സൗമ്യ എന്ന പെൺകുട്ടി ട്രെയിനിൽ നിന്ന് താഴേക്ക് വീണപ്പോ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ചങ്ങല വലിക്കാനോങ്ങി യുവാവിന്റെ കൈ പിടിച്ചുകൊണ്ട് പക്വത മന്ത്രിച്ചു കൊടുത്ത ആ വൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ, ലഹും ഖുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ, ലഹും ഖുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ. സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാ. ഹൃദയമുണ്ട്, അതുകൊണ്ട് ചിന്തിക്കൂല, അലിവുണ്ടാവില്ല, ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ളതുപോലെ ചിന്തിക്കില്ല. പലപ്പോഴും രാവിലെ 7:30 കണ്ണൂരിൽ നിന്ന് വിടുന്ന പരശുറാം എക്സ്പ്രസ്സിൽ പല ദയനീയമായ കാഴ്ചകളും കാണേണ്ടി വന്നിട്ടുണ്ട്. പല ദയനീയമായ കാഴ്ചകളും പ്രതികരിച്ചപ്പോഴൊക്കെ ഒറ്റപ്പെട്ടിട്ടുമുണ്ട്. അതാണ് അവസ്ഥ. പെൺകുട്ടി തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിൽ തോണ്ടാൻ കഴിയുമോ, ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ ഉപദ്രവിക്കുക. എന്നാൽ ഒന്ന് ശബ്ദമുയർത്താൻ പോലും ധൈര്യമില്ലാതെ, ഒന്ന് ശബ്ദമുയർത്താൻ പോലും ധീരതയില്ലാതെ എല്ലാം സഹിക്കുന്ന, എല്ലാം വിഴുങ്ങുന്ന പെൺകുട്ടികൾ. ഇത് കണ്ട ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചാലോ പിന്നെ അവനായി പ്രതി. സഹോദരൻ, ഇത് നാട്ടിലെ അവസ്ഥയാണ്. സംശയം ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം ഇനി പോയാൽ ഒന്ന് നോക്കി നോക്കുക, പരശുറാം എക്സ്പ്രസ്സിലൊന്ന് കയറി നോക്കുക. എപ്പോഴല്ല, തിങ്കളാഴ്ചയാണ് ഏറ്റവും നല്ല തിരക്കുണ്ടാകുക. അന്നൊന്ന് കയറി നോക്കുക. കൊയിലാണ്ടിയൊക്കെ എത്താൻ കാണാം ഓരോ രംഗം. 40ഉം 60ഉം കഴിഞ്ഞ് ഷഷ്ടിമൂർത്തിയൊക്കെ കഴിഞ്ഞ് കുഴിയിലേക്ക് കാല് നീട്ടി കാലിങ്ങനെ ആട്ടിയിരിക്കണ സമയത്തും ആക്രാന്തം തീരാതെ ഓരോന്ന് കളിച്ചു കൂട്ടുന്നത് കണ്ടാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്ത ദേഷ്യം തോന്നും. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർ ഞരമ്പ് രോഗികളാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, 20ഉം 30ഉം 40ഉം 50ഉം 60ഉം വയസ്സുള്ള ആളുകൾ, അവർ ഞരമ്പ് രോഗികളാണ്. പക്ഷെ ഇത് കണ്ടിട്ട് ഒന്നും പറയാതെ നോക്കി നിൽക്കുന്ന രോഗികൾ, അവരെന്ത് രോഗികളാണ്? അവർക്കുള്ള രോഗമാണ് പടച്ചോൻ പറഞ്ഞ രോഗം. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഹൃദയങ്ങളുണ്ട്, ആ ഹൃദയം കൊണ്ട് അവർ ചിന്തിക്കില്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. കണ്ണുകളുണ്ട്, ആ കണ്ണുകൾ കൊണ്ട് ഒന്നും തന്നെ അവർ കാണില്ല. ഇത് ഇന്ന് യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ. യുവാക്കളെ നിരീക്ഷിച്ചാൽ മതി നിങ്ങൾ, ഇത് മനസ്സിലാവണമെങ്കിൽ യുവാക്കളെ നിരീക്ഷിച്ചാൽ മതി. കാരണം പാപ്പിനിശ്ശേരിയിൽ ഒരു ട്രെയിൻ അപകടം നടന്ന് നാട്ടിൽ മുഴുവൻ പ്രചരിച്ചു. ആളുകൾ മുഴുവനും ആ മൃതദേഹം കാണാൻ പോയി. അക്കൂട്ടത്തിൽ ഞാനും ഒരു വയസ്സായ ഒരു മനുഷ്യന്റെ ബൈക്കിന്റെ ബാക്കിലിരുന്ന് ഞാനും അവിടെ എത്തിയപ്പോൾ കുറച്ച് ദൂരം നടന്നപ്പോൾ കാണാൻ സാധിച്ചത് ഒരു ശരീരം, കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ട് കിടക്കുന്ന ഒരു ശരീരം. അടുത്ത് പോയി നോക്കുമ്പോൾ തലയില്ല, ശരീരത്തിന് തലയില്ല. അത് കണ്ടപ്പോൾ തന്നെ ഏകദേശം പകുതി ജീവനൊക്കെ പോയി, വിറയൊക്കെ തുടങ്ങി. പക്ഷേ വന്ന സഹോദരൻ വിട്ടില്ല. ഇനിയും കാണാനുണ്ട് എന്നിട്ട് മൂപ്പര് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ കുറച്ചങ്ങോട്ടത് റെയിൽപാളത്തിൽ തെറിച്ച് നിൽക്കുന്ന കണ്ണിൻ്റെ ഒരു പകുതി ആണ് കണ്ടത്. അത് കണ്ടപ്പോൾ ശ്വാസം വേർക്കാനൊക്കെ തുടങ്ങി നേരത്തെ. പിന്നെയും കുറച്ചങ്ങോട്ടെത്തിയപ്പം തലയുടെ ഭാഗം, അതായത് ഈ തലയുടെ ഈ ഭാഗം മുഴുവൻ ചതഞ്ഞരഞ്ഞു പോയി. ബാക്കിയുള്ള തലയോട്ടിയുടെ ഉറപ്പുള്ള ഭാഗം, ഈ ഉറപ്പുള്ള ഭാഗത്ത് തലച്ചോറ് ഒരു വശത്ത് തെറിച്ചിങ്ങനെ നിൽക്കുന്നു. അതിലിങ്ങനെ ഈച്ചാർക്കാൻ വല്ലാത്ത കാഴ്ച. വിറച്ച് ഈ മനുഷ്യന്റെ കൈ പിടിച്ച് ഒരു വിധത്തിൽ ആ ബൈക്കിന്റെ അടുത്തേക്ക് എത്താൻ നോക്കുന്ന എൻ്റെ ചെവിയിൽ ചില ശബ്ദങ്ങൾ പതിച്ചു. എൻ്റെ നാട്ടിൽ തന്നെയുള്ള എൻ്റെ ചില അനുജന്മാർ, എനിക്ക് പരിചയമുള്ള ചില കുട്ടികൾ, അവരെന്താ ചെയ്യുന്നറിയോ? എടാ നീ പോയിട്ട് ആ കണ്ണ് വീഡിയോ എടുക്ക്, നീ പോയിട്ട് ആ കണ്ണ് ഫോട്ടോ എടുക്ക്, തലയില്ലാത്ത ഭാഗം എടുക്ക്. തലയില്ലാത്ത ഭാഗം ഫോട്ടോ എടുക്കുമ്പോൾ പേന അടക്കെടുക്കണം. അയാൾ പോക്കറ്റിലൊരു പേന കുത്തിയിട്ടുണ്ട്, ആ പേന അടക്കെടുക്കണം, എന്നാലേ അതിനൊരു ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, മനസ്സിൻ്റെ കട്ടി. പഞ്ചാബിൽ ഫർദക്കെതിരെ ഒരു സമരം നടന്നത്രേ.
കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് വാട്സപ്പിൽ. ഫർദക്കെതിരെ ഒരു സമരം നടന്നു. അങ്ങനെ പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ, അമുസ്ലിങ്ങളായ സ്ത്രീയുടെ ശരീരത്തിൽ തീ പിടിച്ച് ആ സ്ത്രീ ആർത്ത് കരഞ്ഞുകൊണ്ട് മുകളിലെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വീഡിയോ പിടിച്ച് ഇങ്ങനെ നിൽക്കാനൊരു മനുഷ്യനുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ കട്ടി എത്രയായിരിക്കും? കണ്ണിലൂടെ കാണുന്നതൊന്നും ഇപ്പുറത്തോട്ട് ഇറങ്ങാത്തതിൻ്റെ കുഴപ്പമാണത്. വലഹും അഅ്യുൻ ലാ യുബ്സിറൂന ബിഹ, കണ്ണുണ്ട്, കാണില്ല അവർ. പടച്ചോൻ പറഞ്ഞത് എത്ര സത്യം. വലഹും ആദാൻ ലാ യസ്മഊന ബിഹാ. സുബ്ഹാനല്ലാഹ്. ചെവികളുണ്ടവർക്ക് ആ ചെവി കൊണ്ടവര് കേൾക്കുകയില്ല. എത്രയെത്ര അപകടങ്ങളുടെ വാർത്തകൾ നാം കേട്ടു. 2004 ഡിസംബറിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ നക്കിത്തുടച്ചുകൊണ്ട് കടന്നുപോയ സുനാമിയെ കുറിച്ച് നാം മറന്നുപോയി. MH370 എന്ന വിമാനം, ആ വിമാനത്തിലുണ്ടായിരുന്ന 200-ൽ പരം മനുഷ്യരെ കണ്ടുപിടിക്കാനാകാതെ ലോകത്തിന്റെ കിടപ്പറകൾക്കുള്ളിലേക്ക് പോലും കടന്നു ചെല്ലുന്ന രേഖകളുണ്ടെന്നും ആ കിടപ്പറകൾക്കുള്ളിലുള്ള രംഗം വരെ പകർത്തിക്കൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയുമെന്നും വീമ്പ് പറയുന്ന, പൊറാട്ട് പറയുന്ന ലോകത്തിന്റെ പോലീസ് ചമയുന്ന രാഷ്ട്രങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് MH370 എന്ന് പറയുന്ന വിമാനത്തെ പടച്ച തമ്പുരാൻ കൊണ്ടുപോയപ്പോ എവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിലുണ്ടായിരുന്ന മനുഷ്യരുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടം വരെ കണ്ടെത്തിയിട്ടില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. എന്നാലും ഇതൊക്കെ കേട്ടാലും ഇതൊക്കെ അറിഞ്ഞാലും മനുഷ്യർ കേട്ടുകൊണ്ട് മനസ്സിലാക്കുന്ന പ്രശ്നമില്ല. ഉലൈക കൽ അൻആം. അവർക്കുള്ളതാണ് ഈ ക്വാളിറ്റി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം സഹോദരങ്ങളെ, കണ്ണ് തുറന്നു വെക്കുക, കാത് തുറന്നു വെക്കുക, ഹൃദയം തുറന്നു വെക്കുക, അടച്ചു വെക്കരുത്. എന്നിട്ട് മനസ്സിലാക്കുക, നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ നോക്കുക. കാരണം നമ്മിലൂടെയാണ് ഈ ദീനിനെ ആളുകൾ മനസ്സിലാക്കുന്നത്. നമ്മിലൂടെയാണ് ഈ ഇസ്ലാമിനെ ആളുകൾ മനസ്സിലാക്കേണ്ടത്. നമ്മിലൂടെയാണ് ആളുകൾ ഈ ഇസ്ലാമിനെ പരിചയപ്പെടേണ്ടത്. നാം എന്ത് ചെയ്തോ അതായിട്ട് പല ആളുകളും ഈ ദീനിനെ മനസ്സിലാക്കും, ഈ പ്രസ്ഥാനത്തിനെ മനസ്സിലാക്കും. അതുകൊണ്ട് യഥാർത്ഥമായ രീതിയിൽ ആദർശം മനസ്സിലാക്കിക്കൊണ്ട് കണ്ണും കാതും ഹൃദയവും തുറന്നു വെച്ച് യഥാർത്ഥനായ ഒരു മനുഷ്യനായി ദുനിയാവിനോടുള്ള അലച്ചൊഴിവാക്കി പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് കണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായി ജീവിക്കാൻ നോക്കുക.